പുതുതായി ഒരു പപ്പിയെ വാങ്ങുമ്പോൾ നമ്മൾ പ്രധാനമായും 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. അതിലൊന്ന് അവരുടെ ഫീഡിംഗ് ഷെഡ്യൂൾ, രണ്ടാമത്തത് ഡീവേമിംഗ് ഷെഡ്യൂൾ, മൂന്നാമത്തത് വാക്സിനേഷൻ. ഇതിൽ ഒന്നാമത്തെ നമ്മൾ ഫീഡിംഗ് ഷെഡ്യൂൾ എടുക്കുമ്പോൾ അതിൽ ആദ്യത്തെ 3 മാസം വരെ നമ്മൾ 4 വട്ടമായിട്ട് അവർക്ക് ഫീഡിംഗ് ചെയ്യണം. 3 മാസം മുതൽ 6 മാസം വരെ നമുക്ക് ഫീഡിംഗ് ഷെഡ്യൂൾ 3 വട്ടമായി ചുരുക്കാം. 6 മാസത്തിന് ശേഷം നമ്മൾ 2 പ്രാവശ്യം ഫുഡ് കൊടുത്താൽ മതി. 1 വയസ്സിന് ശേഷവും ഈ 2 വട്ടം ഫുഡ് കൊടുത്താൽ മതിയാവും. ഇനി വരുന്നത് ഡീവേമിംഗ് ഷെഡ്യൂൾ. ആദ്യത്തെ 3 മാസം വരെ നമ്മൾ എല്ലാ 14 ദിവസം കൂടുമ്പോഴും അവർക്ക് ഡിവേമിംഗ് ചെയ്യണം. 3 മാസം മുതൽ 6 മാസം വരെ എല്ലാ മാസവും 1 തവണ ഡിവേമിംഗ് ചെയ്യണം. 6 മാസത്തിന് ശേഷം എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ അവർക്ക് ഡിവേമിംഗ് ചെയ്യണം. അടുത്തതായി വാക്സിനേഷൻ ഷെഡ്യൂൾ. ആദ്യത്തെ വാക്സിൻ വരുന്നത് 45ാമത്തെ ദിവസമാണ്. പപ്പി ഡി പി വാക്സിനാണ് വരുന്നത്. അതിനുശേഷം വരുന്നത് 2.5 മാസം മുതൽ 3 മാസത്തിൻ്റെ ഇടയ്ക്ക് നമുക്ക് ആദ്യത്തെ MCV വാക്സിൻ കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു 14 മുതൽ 28 ദിവസത്തിന് ശേഷം അതിൻ്റെ ബൂസ്റ്റർ ഡോസ് നമുക്ക് കൊടുക്കാം. പിന്നെ വരുന്നത് ആൻറ്റി റാബീസ് വാക്സിനാണ്. അതിൻ്റെ ഇതുപോലെ തന്നെ ബൂസ്റ്റർ ഡോസ് 14 മുതൽ 28 ദിവസം കഴിയുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റും. 1 വർഷത്തിന് ശേഷം ഒരു MCV വാക്സിനും ഒരു ARV വാക്സിനും വെച്ചിട്ട് നമ്മൾ എല്ലാ വർഷവും കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി.